തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് പശ്ചിമ ബംഗാൾ മാറിക്കഴിഞ്ഞു. മമതാ ബാനർജി ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസിനെ നയിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് മറുവശത്ത്. കൊണ്ടും കൊടുത്തും നേതാക്കൾ മുന്നോട്ടു പോകുമ്പോൾ തിളച്ചു മറയുന്നുണ്ട് ബംഗാൾ രാഷ്ട്രീയം. DMCയുടെ ഭരണ തുടർച്ചയ്ക്ക് അന്ത്യം കുറിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ BJPയുടെ കളികൾ അതിനും അപ്പുറമാണെന്ന് മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട്. വലിയ നിഗൂഢതകൾ BJPക്ക് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. അവർ അത് പ്രയോഗിക്കുമ്പോൾ തൻ്റെ ജീവൻ പോലും അപകടത്തിലാണെന്ന് ബംഗാളിനോട് വിളിച്ചു പറയുന്നുണ്ട് മമതാ ബാനർജി. തന്നെ വധിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് BJPയോട് മമത ചോദിക്കുന്നുണ്ട്. പുരുലിയയിലെ മാനബസാറിൽ നടന്ന തൃണമൂൽ കോൺഗ്രസ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മമതാ ബാനർജി തൻ്റെ ജീവന് ഭീഷണി ഉയർന്നിരിക്കുന്ന വിവരം തുറന്നു പറഞ്ഞത്. തന്നെ കൊല്ലാൻ അവർ പദ്ധതിയിടുന്നുണ്ടോ എന്നായിരുന്നു അമിത്ഷായുടെ പരിഹാസത്തിന് നേരെ മമതയുടെ ചോദ്യം ഉയർന്നിരിക്കുന്നത്. നേരത്തെ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മമതാ ബാനർജിക്ക് കാലിന് പരിക്കേറ്റതിനെ അമിത്ഷാ പരിഹസിച്ചിരുന്നു. മമത വിക്ടിം കാർഡ് രാഷ്ട്രീയം കളിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം. ചിലപ്പോൾ അവർ കാലൊടിക്കുന്നു, ചിലപ്പോൾ തലയിൽ കെട്ടുമായി വരുന്നു, ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിക്കുന്നു എന്നിങ്ങനെയായിരുന്നു ഷായുടെ വിമർശനം. തൻ്റെ പരുക്ക് വ്യാജമാണെന്ന് പറയുന്നവർക്ക് നാണമില്ലയെന്നും മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ അവർ തയ്യാറാകണമെന്നും മമത വെല്ലുവിളിക്കുന്നുണ്ട്. 2021 നന്ദിഗ്രാമിൽ വെച്ചാണ് മമതയുടെ കാലിന് പരിക്ക് പറ്റിയത്. മമത സർക്കാരിനെതിരെ അമിത്ഷാ പുറത്തിറക്കിയ കുറ്റപത്രത്തെയും മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാൻ നിങ്ങൾ ആരാണ്? യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെയാണ് കുറ്റപത്രം നൽകേണ്ടതെന്നും മമത തിരിച്ചടിക്കുന്നുണ്ട്. അമിത്ഷാ ആഴ്ചകൾക്കിടയിൽ പല കുറിയാണ് ബംഗാൾ സന്ദർശിച്ചിരിക്കുന്നത്. ഇക്കുറി ഭരണം പിടിക്കുമെന്ന് BJP കട്ടായം പറയുന്നുണ്ട്. ED അടക്കം രംഗത്തിറക്കുന്ന BJP മമതാ യുഗത്തിന് അന്ത്യം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം BJPയുടെ സ്ഥിരം ആയുധമായ മതം തന്നെ എടുത്ത് തിരിച്ച് BJPക്കിട്ട് തന്നെ പണി കൊടുക്കുന്നുണ്ട് മമത. BJP ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞ മമതാ ബാനർജി അവർ കലാപങ്ങൾ സൃഷ്ടിക്കുന്നവരാണെന്നും പറയുന്നുണ്ട്. പുരുലിയയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് മമത മതം വിഷയമാക്കിയത്. BJP അധികാരത്തിൽ വന്നാൽ ബംഗാളികൾക്ക് മീനും മാംസവും കഴിക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു. ഇത്തരം ഭക്ഷണങ്ങൾക്ക് അവർ നിയന്ത്രണം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP പറയുന്നത് മത്സ്യം, മാംസം, മുട്ടായി എന്നിവ കഴിക്കാൻ പാടില്ലെന്നാണ്. അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. മത്സ്യവിഭവങ്ങളോട് വലിയ പ്രിയമുള്ളവരാണ് ബംഗാളികൾ. അവരുടെ പ്രിയ ഭക്ഷണത്തിൽ തന്നെ മമതാ ബാനർജിക്കിട്ടുള്ള പണി കൊടുത്തു കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് വധശ്രമം എന്ന കാർഡും മമത രംഗത്തിറക്കുന്നത്. ആളുകളെ കലാപങ്ങളിൽ കൊന്നൊടുക്കിയാണ് BJP അധികാരത്തിൽ വന്നത്. ഗോത്രവർഗക്കാർക്കും സ്ത്രീകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്നവർ ആക്രമിക്കപ്പെടുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബംഗാളിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മമതയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. മുർഷിദാബാദിലെ രഘുനാഥ്ഗഞ്ചിൽ രാമനവമി ആഘോഷത്തിനിടെ ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമ സംഭവത്തിൽ തനിക്ക് നടപടിയെടുക്കാൻ കഴിയാത്തതിന്റെ കാരണവും മമതാ ബാനർജി തുറന്നു പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്റെ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റി. തനിക്ക് നിലവിൽ അധികാരങ്ങളൊന്നുമില്ലെന്നും മമതാ ബാനർജി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. എന്തായാലും വരും ദിവസം പ്രധാനമന്ത്രി മോദി കൂടി ബംഗാളിലെത്തും. ഇതോടെ തിരഞ്ഞെടുപ്പ് പോരാട്ടം മഹായുദ്ധമായി മാറുമെന്നും ഉറപ്പാണ്.